ഫുൾ ബോഡിക്ക് നിറം വെക്കാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞു തരാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. ശരീരചർമ്മം വെളുക്കാൻ നിങ്ങൾ ചകിരി ഉരച്ച് വെളുപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന പോലെ നിങ്ങൾ പാക്ക് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ ഫുൾ ബോഡി നിറം വെക്കുന്നതാണ്. എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത്? ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് റംസാനിയ. എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ശരീരചർമ്മം വെളുക്കാൻ വേണ്ടി ചകിരി വെച്ച് ഉരച്ച് വെളുപ്പിക്കാറുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചുള്ള പാക്കുകൾ ഉപയോഗിച്ചാൽ ഫുൾ ബോഡി നിറം വെക്കാൻ സാധിക്കും. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പാക്കാണ്. ഫുൾ ബോഡിക്ക് നിറം വെക്കാൻ ഇനി വേറെ മാർഗങ്ങൾ അന്വേഷിച്ചൊന്നും പോകണ്ട. ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി. നിങ്ങളുടെ ഫുൾ ബോഡി വെട്ടിത്തിളങ്ങാൻ വേറെ ഒന്നും തന്നെ വേണ്ട. എന്താണെന്നുള്ളത് പറയാം. അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും ഉള്ളത് നോക്കാം. അതിലേക്ക് നമുക്ക് പോകാം. പാക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ: പകുതി മുറി തക്കാളിക്ക വേണം, പകുതി മുറി നാരങ്ങ വേണം, പകുതി മുറി പൊട്ടറ്റോ, പിന്നെ പകുതി മുറി നമ്മുടെ ബീട്രൂട്ട് വേണം. ഇതിനകത്ത് നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷനാണ്. ഇത് അരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് 1/2 കപ്പ് വെള്ളം ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കണം. 1/2 കപ്പ് കിട്ടും നമ്മൾ അരച്ചെടുക്കുമ്പോൾ. നമുക്ക് അത്രയും വേണ്ട. നമുക്ക് ഫുൾ ബോഡിയിൽ ഇടുന്നതിന് ആവശ്യമുള്ളത് മാത്രം എടുത്തത് ബാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഞാനിത് അരച്ചെടുത്തോണ്ട് വരട്ടെ. ഈ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. എന്തായാലും ഞാനിത് മിക്സിയിലൊക്കെ ഇട്ട് അരച്ചെടുത്തോണ്ട് എന്തായാലും വരാം കേട്ടോ. അരച്ചെടുത്തോണ്ട് വന്നിട്ടുള്ള കാണിക്കാം. ഇത് അരച്ചെടുത്തോണ്ട് വന്നിട്ട് അതിൽ നിന്ന് ഞാൻ എടുത്തേക്കുന്നത് 4 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ മാത്രം മതിയാകും നമുക്ക്. പിന്നെ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാവരുടെയും അടുക്കളയിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ഫുൾ ബോഡിക്ക് നിറം നൽകാൻ സഹായിക്കുന്നതാണ് ആ പറയുന്ന കാര്യങ്ങൾ. കുറച്ച് പൊടികളാണ്. പൊടികൾ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ളതാണ്. അതായത് കടലമാവിൻ്റെ പൊടി. കടലമാവിൻ്റെ പൊടി നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കടലമാവിൻ്റെ പൊടിയിൽ നിന്ന്. കടലമാവിൻ്റെ പൊടി 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ കടലമാവിൻ്റെ പൊടി നമുക്ക് സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കാനൊക്കെ സഹായിക്കും. ഇനി വേണ്ടത് റൈസ് പൗഡറാണ് വേണ്ടത്. റൈസ് പൗഡർ വേണ്ടത് 2 ടേബിൾ സ്പൂണാണ് റൈസ് പൗഡർ വേണ്ടത്. റൈസ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിനകത്ത് ഡെഡ് സ്കിന്നൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കാം. ഈ പൊടികൾ നിങ്ങൾക്ക് തയ്യാറാക്കി ഒരുമിച്ച് വെച്ചിട്ട് പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവം കൂടി ചേർത്തിട്ട് മിക്സ് ആക്കി ഉപയോഗിച്ചാൽ മതിയാകും. എന്തായാലും ഞാൻ അങ്ങനെ പാക്ക് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യണം. ഇതിട്ടതിന് ശേഷം ഒരു കാരണവശാലും സോപ്പോ ക്രീമോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതായത് ബോഡി വാഷൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഉപയോഗിക്കരുത്. സോപ്പൊന്നും ഉപയോഗിക്കാതെ വേണം നമ്മളിത് കഴുകിയെടുക്കാൻ. സാധാരണ പച്ച വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതിയാകും. എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള റിസൾട്ട് കാണിക്കാം. ഞാനിവിടെ എൻ്റെ കാലയിലാണ് ഇട്ട് കൊടുക്കുന്നത്. കാലയിൽ നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ കുറച്ച് നേരം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടിടുകയാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിൾ. ഞാൻ ഉണ്ടാക്കി ഒരു 2 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഇടുന്നത്. ഇവിടെ ഓൾറെഡി ചൂടാണ്, അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ഫ്രഷ്നെസ് കിട്ടുമല്ലോ ഇടുമ്പോൾ, തണുത്തത് ഇടുമ്പോൾ. എന്തായാലും പാക്ക് ഞാനിപ്പോൾ എൻ്റെ കാലയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പറയുന്ന പോലെ തന്നെ ഫുൾ ബോഡിയിൽ ഇട്ടതിന് ശേഷം നോർമൽ രീതിയിൽ ഒരു മസാജ് കൊടുത്തിട്ട് സ്കിന്നിനെ ഫ്രീ ആയിട്ട് ഇടുക. അതിനുശേഷം നിങ്ങൾ സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ മതി. എന്തായാലും 2 മിനിറ്റിന് ശേഷം ഞാൻ കഴുകിയിട്ടുള്ള റിസൾട്ട് കാണിക്കാം. അങ്ങനെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം കഴുകുകയാണ്. കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ നേരത്തേക്കാട്ടിലും നല്ല പോലെ സ്കിന്നിന് മാറ്റമുണ്ടായത്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം. നിങ്ങൾക്കിപ്പം ഇത് കഴുകുന്ന സമയത്ത് ചെറുപയർ പൊടി ഉപയോഗിച്ചുകൊണ്ട് കഴുകാനായിട്ട് നോക്കുന്നത് നല്ലതാണ്. ചെറുപയർ പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചെറിയൊരു വെട്ടത്തിൻ്റെ കുറവ് കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ കാണിക്കാം. എന്തായാലും പുറത്തേക്ക് കൊണ്ടുവന്ന് ഞാൻ തുടച്ചിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. കണ്ടോ, നല്ല പോലെ മാറ്റമുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. നല്ലൊരു മാറ്റം നേടാൻ നിങ്ങൾ ഫുൾ ബോഡിക്ക് സാധിക്കും. എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല, ആഴ്ചയിലൊരിക്കലെങ്കിലും നിങ്ങൾ ചെയ്താൽ മതി. അടിപൊളിയാണ്. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. സംഭവം തയ്യാറാക്കിയതും ഒക്കെ 100% ആണ് റിസൾട്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിസൾട്ടും വന്ന് പറയണേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കുക, എന്നെ മറുപടി പറയുന്നതാണ്. വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.